നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു വലിയ സംഭവമാണ് ഷെയിം. അതൊട്ടും നമ്മളെ ഹെൽത്തി ആക്കുന്നതല്ല. ഈ ഷെയിം കാരണം പോലും നമ്മൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളോ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആരോട് ഷെയർ ചെയ്യാൻ മടിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഓക്കെ ആയിട്ട് കാണിച്ചാൽ അകത്ത് നമ്മൾ ഒത്തിരി സഫർ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അത് ഒത്തിരി ഹീലിങ്ങിൻ്റെ മെത്തേഡുകളുണ്ടെങ്കിലും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ഏറ്റവും വലിയ ഹീലർ ഈശോ ആയിരുന്നു അല്ലേ. ഈശോ ഈ ലോകത്തായിരുന്നപ്പോഴെല്ലാവരെയും സുഖപ്പെടുത്തുക അല്ലേ. തളർവാദ രോഗിയോടും ആദ്യം പറഞ്ഞത് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ മനസ്സ്, ഈ ഹീലിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പല മുറിവുകളും മുറിവേറ്റവർ മറ്റുള്ളവരെ മുറിപ്പെടുത്തുമെന്നല്ലേ. അപ്പോൾ ആ മുറിവ് ഹീലായി കഴിഞ്ഞാലോ മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താനുള്ള ഒരു കൃപയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ചൈൽഡ്ഹുഡിലെ പല മുറിവുകൾ, ഉദാഹരണത്തിന് നമ്മൾ മുമ്പേ പറഞ്ഞ ഫിസിക്കൽ അബ്യൂസ്, അത് പേരൻസ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കുകയില്ല. അപ്പോഴത്തെ ഒരു ആങ്കറാകാം. കുട്ടികളുടെ ശിക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ, അതോറിറ്റേറിയൻ കൾച്ചറാണ്, നമ്മുടെ അതോറിറ്റേറ്റീവ് രീതിയിലാണ് ഞാൻ പറയുന്നത് നീ കേൾക്കണം. അപ്പോൾ കുട്ടിക്ക് പലപ്പോഴും മനസ്സിലാത്ത പോലും ഇല്ല എന്തിനാണ് പണിഷ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളോട് പറയാറില്ലല്ലോ എന്തിനാണ് അടിച്ചത്. അടി കിട്ടി കഴിയുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ അടി കിട്ടിയത് എന്തിനാന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവത്തില്ല ചെറുപ്പകാലത്ത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ തിരക്ക് പിടിച്ച കൾച്ചറിൽ പറയാൻ മറന്നു എന്തിനാണ് അടി തന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഈ വഴക്ക് കിട്ടിയതെന്ന് പോലും കുട്ടികൾക്ക് ചിലപ്പോൾ അറിയത്തില്ല.